ഒരു ബിസി ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീക്കെൻഡിൽ ചെയ്ത മീൽ പ്രപ്പാണിത്. മെയിനായിട്ടുള്ള സൈഡ് ഡിഷസും ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ പോലെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പമാവും. മീൻ ഞാൻ ഓവനിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി. ഈസിയാണ്, കുറച്ച് ഓയിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് ഫിഷ് ഓവനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചു. വാങ്ങുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്യേ വേണ്ടി വന്നിട്ടുള്ളൂ. ചിക്കൻ ഞാനിവിടെ 2 ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ടും സാധാരണ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയും ചെറിയ പീസുകളായിട്ട്. ഒരു പുതിയ മാരിനേഷൻ ട്രൈ ചെയ്യാനാണ്. കുറച്ച് മല്ലിയില, പുതിന, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, പിന്നെ പുളിയില്ലാത്ത കുറച്ച് യോഗട്ടും. ഇതൊക്കെ കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി ചിക്കൻ ഞാൻ കറിക്കുള്ള പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് വേറൊരു ദിവസം കുക്ക് ചെയ്യും. ഒരു ഷീറ്റ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഓവനിനകത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫിഷൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മുടെ ചിക്കനും വേറൊരു ഷീറ്റ് പാനിൽ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഓവനകത്ത് ഒരു 200 ഡിഗ്രീസിൽ ഒരു ഏകദേശം അരമണിക്കൂർ വെച്ച് കാണും. അതവിടെ കുക്കാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, അണിയൻ, കുക്കുംബർ അതൊക്കെ കട്ട് ചെയ്ത് വെക്കണം. കുക്കറിൽ ഓൾറെഡി ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. പാവയ്ക്ക തോരനും മീൻ പീര പറ്റിച്ചത് വെക്കാനുള്ള കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആ നേരം കൊണ്ട് റെഡിയാക്കാം. എൻ്റെ കൂടെയുള്ള കൊളീഗ്സൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഓസ്ട്രേലിയൻസാണ്. അപ്പം നമ്മുടെ പോലെയുള്ള ഇലാബറേറ്റ് കറിയും കുക്കിംഗ് ഒന്നും അവർക്കില്ല. മിക്കവാറും എല്ലാതും ഒരു ഷീറ്റ് പാനിൽ ഇട്ടിട്ട് ഓവനകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. സ്റ്റൗവിൽ ഇങ്ങനെ ഒരേ നിപ്പിൽ നിന്നിട്ട് ഇളക്കി നിൽക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. ഇപ്പോഴാണ് പറ്റിയത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സമയം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. കട്ട് ചെയ്ത ക്യാപ്സിക്കവും മഷ്റൂം, അണിയൻ ഇതൊക്കെ കൂടി സ്റ്റിർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് പാനിൽ വെച്ചു. അതിലേക്ക് കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പറും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്തു. അധികം സമയം വെക്കുകയൊന്നും വേണ്ട. ഇത് ഓവനിലേക്ക് വെച്ചിട്ട് സ്റ്റിർ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇത് ക്യാൻ സാർഡീൻസ് ആണ്. മത്തി, ചാള എന്നൊക്കെ പറയും. ഇതൊക്കെ ഇവിടെ ഫ്രഷായിട്ട് വാങ്ങാൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാനിലുള്ളതാണ് വാങ്ങുന്നത്. ഇതിലേക്ക് പച്ചമുളകും തേങ്ങയും ഒക്കെ വെച്ചിട്ട് പീര പറ്റിക്കുന്ന ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനിതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഹസ്ബൻഡ് കുറച്ച് പച്ചക്കറി വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. പയറ്, ബ്രോക്കോളി ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണക്ക ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഞാനിപ്പോൾ തന്നെ എടുത്ത് വേവിക്കാൻ വെക്കും. പിന്നെ ഇതിനിടയിൽ ഒരു പുളിശ്ശേരിയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീക്കെൻഡിലത്തെ മീൽ പ്രപ്പ്. ഇതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഓഫീസും സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഫുഡ് റെഡിയാക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ടൊരു മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഊണ് ഉഷാറാവും. ഈ വീഡിയോ ഇത്രയും വരെ കണ്ടെങ്കിൽ ഒരു ലൈക്കോ കമൻറ്റോ പ്ലീസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.